നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 21,890 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3,251, എറണാകുളം 2,515, മലപ്പുറം 2,455, തൃശൂർ 2,416, തിരുവനന്തപുരം 2,272, കണ്ണൂർ 1,618, പാലക്കാട് 1,342, കോട്ടയം 1,275, ആലപ്പുഴ 1,183, കാസർഗോഡ് 1,086, ഇടുക്കി 779, കൊല്ലം 741, വയനാട് 500, പത്തനംതിട്ട 457 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 96,378 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71 ആണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,138 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 230 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 20,088 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,502 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 70 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,943 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2,32,812 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,89,267 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 4,98,196 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 20,418 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 3,731 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടാണുള്ളത്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ആകെ 550 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഡൽഹി പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചെങ്കോട്ട സംഘർഷ കേസിലെ പ്രതിയും നടനുമായ ദീപ് സിദ്ധുവിന് രണ്ടാമത്തെ കേസിലും ജാമ്യം അനുവദിച്ചു. പ്രധാന കേസിൽ ജാമ്യം ലഭിച്ച് മണിക്കൂറുകൾക്കകം സംഘർഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത നടപടിയിലാണ് ജാമ്യം. പോലീസിന്റെ കുടിലതയാണെന്ന് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി വിമർശിച്ചു. ഫെബ്രുവരി 9 അറസ്റ്റിലായ ദീപ് സിദ്ധുവിന്റെ അറസ്റ്റ് രണ്ടാമത്തെ കേസിൽ രേഖപ്പെടുത്താൻ ജാമ്യം ലഭിക്കും വരെ കാത്തിരുന്നു. കോടതി നൽകിയ ജാമ്യം അട്ടിമറിക്കാനാണ് ശ്രമം നടന്നതെന്നും മജിസ്ട്രേറ്റ് സാഹിൽ ഗുപ്ത വിമർശിച്ചു. കർഷകരുടെ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചെങ്കോട്ട സംഘർഷത്തിലെ മുഖ്യ സൂത്രധാരൻ ദീപ് സിദ്ധുവാണെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരത്ത് വാക്സിനേഷൻ കേന്ദ്രത്തിൽ തിക്കും തിരക്കും. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് വാക്സിൻ എടുക്കാനെത്തിയവരുടെ നീണ്ട നിര. കഴിഞ്ഞ ദിവസം വാക്സിൻ എടുക്കാൻ കഴിയാതെ മടങ്ങിയവരും ഇന്നെത്തിയതാണ് തിരക്കിന് കാരണമായത്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നതോടെ 3 വയോധികർ കുഴഞ്ഞു വീണു. വാക്സിൻ സ്വീകരിക്കാൻ നിരവധി പേരാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെത്തിയത്. സാമൂഹിക അകലം ഉൾപ്പെടെ കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കാതെയാണ് വാക്സിനേഷൻ നടന്നത്. വാക്സിൻ സ്വീകരിക്കാൻ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നതോടെ 3 പേർ കുഴഞ്ഞു വീണു. ആംബുലൻസ് ഇല്ലാതിരുന്നതിനാൽ 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് കുഴഞ്ഞു വീണ സ്ത്രീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങൾ വിപുലീകരിച്ചതായി ഇരുഹറം കാര്യാലയം അറിയിച്ചു. കൂടുതൽ പേർക്ക് നമസ്കാരവും ഉംറയും നിർവഹിക്കാനാകും വിധമാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. മക്കയിൽ ചൂട് വർദ്ധിച്ചതോടെ ഉംറ തീർത്ഥാടകർക്ക് കുട വിതരണം ചെയ്തു തുടങ്ങി. റമദാനിൽ കൂടുതൽ വിശ്വാസികൾക്ക് പ്രയാസരഹിതമായി കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണിത്. മസ്ജിദുൽ ഹറമിലെ കിങ് ഫഹദ് വികസന ഭാഗത്തെ 1ാം നിലയും മുകൾ ഭാഗവും വിശ്വാസികൾക്ക് നമസ്കാരത്തിന് തുറന്നുകൊടുക്കാൻ ഇരുഹറം കാര്യാലയ മേധാവി നിർദ്ദേശം നൽകി. വിശുദ്ധ റമദാനിൽ ഹറം പള്ളിയിൽ കൂടുതൽ വിശ്വാസികൾ എത്തുന്ന സാഹചര്യം പരിഗണിച്ചാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റമദാനിൽ ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവ് പരിഗണിച്ചാണ് മതാഫിൽ തൊവാഫ് ചെയ്യുന്നതിനുള്ള ശേഷിയും കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നത്. തൊവാഫിന് അനുവദിച്ചിരുന്ന ട്രാക്കുകളുടെ എണ്ണം 14 നിന്ന് 25 ആയാണ് ഉയർത്തിയത്. മതാഫിലെ ട്രാക്കുകൾ നിറയുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് കാത്തിരിക്കുന്നതിനായി 2ാമത് സൗദി വികസന ഭാഗത്ത് പ്രത്യേക വെയിറ്റിംഗ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. 2000-ഓളം തീർത്ഥാടകർക്ക് ഒരേ സമയം സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഇവിടെ കാത്തിരിക്കാനാകും. മതാഫിന്റെ ബേസ്മെന്റിൽ പ്രായമേറിയവർക്കും അംഗപരിമിതർക്കും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിന് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കനത്ത ചൂടാണ് മക്കയിൽ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് തൊവാഫ് ചെയ്യുന്ന തീർത്ഥാടകർക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി കുടകൾ വിതരണം ചെയ്യുന്നത്. 2.5 ലക്ഷത്തോളം കുടകൾ വിതരണം ചെയ്യുമെന്ന് മക്ക പ്രവിശ്യ ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കുവൈത്തിലേക്ക് എത്തുന്നവർക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയേക്കും. കുവൈത്ത് അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവരെ യാത്രക്കാർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫൈസർ ബയോടെക്, ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ പ്രതിരോധ വാക്സിനുകൾക്കാണ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളത്. ഇവയിൽ ഏതെങ്കിലും സ്വീകരിച്ചവർ കുവൈത്തിലേക്ക് വരുമ്പോൾ യാത്രക്കാർക്കുള്ള നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവ് നൽകാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് വ്യോമയാന വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മുസ്തഫ റിദ പറഞ്ഞു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത 3 വിഭാഗങ്ങൾക്കാണ് ഇളവിന് അർഹതയുണ്ടാവുക. വാക്സിൻ ആദ്യ ഡോസ് എടുത്ത് 5 ആഴ്ച പൂർത്തിയാക്കിയവർ, രണ്ടാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ച പിന്നിട്ടവർ, കോവിഡ് മുക്തരായ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യ ഡോസ് എടുക്കുകയും 2 ആഴ്ച പൂർത്തിയാവുകയും ചെയ്തവർ എന്നിങ്ങനെയാണ് 3 വിഭാഗങ്ങൾ. ഇവർക്ക് കുവൈത്തിലെത്തിയ ശേഷം 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയാകും. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR പരിശോധനാ ഫലം എന്നിവ പ്രവേശനത്തിന് നിർബന്ധമാക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ ലോക്ഡൌണിനോട് യോജിപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മെയ് 2-ന് ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ചുള്ള ആഘോഷങ്ങളെ പാടുള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്ഡൌൺ കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. സമ്പൂർണ്ണ അടച്ചിടൽ വേണ്ട, ഞായറാഴ്ച നിയന്ത്രണം നന്നായി, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കണം, കച്ചവടക്കാരുടെ സമയക്രമത്തിൽ വ്യക്തത വേണമെന്നും കടകൾ അടയ്ക്കുന്ന സമയം 9 മണിവരെയാക്കുന്നതിൽ തെറ്റില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാഹചര്യം വിലയിരുത്തി ഗവൺമെന്റ് അഭിപ്രായം പറയട്ടെ എന്നും തുടർന്ന് പ്രതിപക്ഷ അഭിപ്രായം വ്യക്തമാക്കാമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ UDF-ന് വലിയ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കുറി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും ചെന്നിത്തല പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ വേണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ശനി, ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണം തുടരാനും തീരുമാനത്തിൽ എത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണമുണ്ടായിരിക്കും. കടകളുടെ പ്രവർത്തനം രാത്രി 7:30 വരെ മാത്രമാക്കി നിജപ്പെടുത്തി. ആരാധനാലയങ്ങളുടെ വലിപ്പമനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കാമെന്നും തീരുമാനിച്ചു. വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കും. രാഷ്ട്രീയ പാർട്ടികൾ അണികളെ നിയന്ത്രിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം തുടരുന്നു. 24 മണിക്കൂറിനിടെ 3,52,221 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2,812 മരണവും സ്ഥിരീകരിച്ചു. 28 ലക്ഷത്തിലധികം പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. തുടർച്ചയായ 5-ാം ദിവസമാണ് രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 3 ലക്ഷം കടക്കുന്നത്. രാജ്യത്ത് ഇതുവരെ 1,73,13,163 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,43,04,382 പേർ രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ച് 1,95,123 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെ വരെ 14,19,11,223 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പകുതിയിലേറെ പുതിയ കേസുകളും മഹാരാഷ്ട്ര, കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 66,191 പേർക്കാണ് മഹാരാഷ്ട്രയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കടകൾ ഇന്നു മുതൽ വൈകിട്ട് 5-ന് അടയ്ക്കുമെന്ന് റേഷൻ വ്യാപാരി സംഘടനകളുടെ സംയുക്ത സമിതി അറിയിച്ചു. പ്രവർത്തന സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും തുടർന്ന് 2 മുതൽ 5 വരെയുമാക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കളക്ടർമാർ നിർദ്ദേശിക്കുന്ന സമയക്രമം ബാധകമായിരിക്കും. നിലവിൽ രാവിലെ 9 മുതൽ 1 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 7 വരെയുമാണ് സമയം. അതേസമയം സമയമാറ്റം സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തൂത്തുക്കുടി സ്റ്റെർലൈറ്റിലെ ഓക്സിജൻ പ്ലാന്റ് തുറക്കാൻ തീരുമാനം. തമിഴ്നാട് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമായത്. ഓക്സിജൻ പ്ലാന്റ് മാത്രമായിരിക്കും തുറക്കുക. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ദിവസം 1000 ടൺ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാമെന്ന് വേദാന്ത കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. വേദാന്ത കമ്പനിയുടെ സ്റ്റെർലൈറ്റ് പ്ലാന്റ് ഓക്സിജൻ ഉൽപ്പാദനത്തിനായി തുറക്കേണ്ടതുണ്ടെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. പ്ലാന്റ് തുറക്കാൻ കഴിയില്ലെന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്ലാന്റിനെതിരെ 2018 മെയ്യിൽ പ്രദേശവാസികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി ഗൂഗിളും മൈക്രോസോഫ്റ്റും. മൈക്രോസോഫ്റ്റിന്റെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഇന്ത്യക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിനായി ഉപയോഗിക്കുമെന്ന് CEO സത്യ നദല്ല അറിയിച്ചു.
ഓക്സിജൻ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള സഹായവും മൈക്രോസോഫ്റ്റ് വാഗ്ദാനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി ഇന്ത്യയ്ക്ക് 135 കോടിയാണ് ഗൂഗിൾ ധനസഹായമായി പ്രഖ്യാപിച്ചത്. ഓക്സിജനും ആവശ്യമുള്ള മരുന്നും മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളും ഒരുക്കാനാണ് സഹായം. അതിഗുരുതരാവസ്ഥ നേരിടുന്ന സമൂഹത്തിനെ സഹായിക്കാൻ ഗൂഗിൾ ഒപ്പമുണ്ടെന്ന് സിഇഒ സുന്ദർ പിച്ചെ വ്യക്തമാക്കി. സംഭാവനയിൽ ഗൂഗിളിന്റെ ജീവകാരുണ്യ വിഭാഗമായ google.org നിന്നുള്ള 20 കോടിയും ഉൾപ്പെടും. യൂണിസെഫ് വഴി ഓക്സിജനും പരിശോധന ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ളവ ഇന്ത്യയിലെത്തിക്കും. 3.7 കോടി രൂപ ഗൂഗിൾ ജീവനക്കാരുടെ സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് ഡിസ്ചാർജ് മാനദണ്ഡം പുതുക്കി സർക്കാർ. രോഗതീവ്രത കുറഞ്ഞവരെ പരിശോധന ഇല്ലാതെ ഇനി ഡിസ്ചാർജ് ചെയ്യാം. ഇനി മുതൽ ഗുരുതര രോഗികൾക്ക് മാത്രമേ ഡിസ്ചാർജിന് ആന്റിജൻ നെഗറ്റീവ് റിസൾട്ട് നിർബന്ധമുള്ളൂ. രോഗതീവ്രത കുറഞ്ഞവർക്ക് 72 മണിക്കൂർ ലക്ഷണമുണ്ടായില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. നേരിയ രോഗലക്ഷണമുള്ള ആളുകളെ ലക്ഷണം അവസാനിച്ച് 3 ദിവസത്തിന് ശേഷം മാറ്റാമെന്നും പുതുക്കിയ മാനദണ്ഡത്തിൽ പറയുന്നു. ഗുരുതര രോഗികൾക്ക് ലക്ഷണം തുടങ്ങി 14-ാം ദിവസം ആന്റിജൻ പരിശോധന നടത്തണം. പോസിറ്റീവ് ആണെങ്കിൽ ഓരോ 48 മണിക്കൂറിലും പരിശോധന നടത്തണം. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സമൂഹമാധ്യമങ്ങളിലൂടെ അഭ്യൂഹങ്ങൾ പരത്തുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കേസെടുക്കാനും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനുമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. യുപിയിലെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യോഗിയുടെ ഉത്തരവ്. ഉത്തർപ്രദേശിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമമില്ലെന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടു. യഥാർത്ഥ പ്രശ്നം പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയുമാണെന്നും ഇവയെ കർശനമായി നേരിടുമെന്നും യോഗി വ്യക്തമാക്കി. അതേസമയം ഉത്തർപ്രദേശിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ അവസ്ഥ മുഖ്യമന്ത്രി അംഗീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഇതിനെതിരെ പ്രതികരിച്ചതിന് തന്റെ മേൽ കേസെടുത്ത് സ്വത്ത് കണ്ടുകെട്ടാമെന്നും പ്രിയങ്ക പറഞ്ഞു. ദൈവത്തെ ഓർത്തെങ്കിലും സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ട്വീറ്റുകൾ നീക്കം ചെയ്തതിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പഴയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. സർക്കാരിനെ വിമർശിച്ചതുകൊണ്ടല്ല ചില ട്വിറ്റർ അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും പറയുന്നു. കോൺഗ്രസ് ലോക്സഭാ MP രേവന്ത് റെഡ്ഡി, ബംഗാൾ മന്ത്രി മൊളോയ് ഘട്ടക്, നടൻ വിനീത് കുമാർ സിംഗ്, ചലച്ചിത്ര പ്രവർത്തകരായ വിനോദ് കപ്രി, അവിനാഷ് ദാസ് എന്നിവരുടെ ട്വീറ്റുകൾക്കെതിരെയാണ് ട്വിറ്റർ നടപടിയെടുത്തതെന്നാണ് റിപ്പോർട്ട്. ഇന്നലെയാണ് 50ഓളം പേരുടെ ട്വീറ്റുകൾ ട്വിറ്റർ നീക്കം ചെയ്തത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ONGCയുടെ എണ്ണപ്പാടങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നീക്കം. പെട്രോളിയം മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി അമർനാഥ് ONGC ചെയർമാൻ സുഭാഷ് കുമാറിന് ഇതടക്കമുള്ള പദ്ധതി കൈമാറി. കമ്പനിയെ സ്വകാര്യവൽക്കരിക്കുക, വൈവിധ്യവൽക്കരിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. 2023-24 വർഷമാകുമ്പോഴേക്കും കമ്പനിയുടെ ഉൽപാദനക്ഷമത 1/3 വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ പദ്ധതി. പന്നമുക്ത, രത്ന, R സീരീസ് എന്നീ ഗ്രേഡുകളിലുള്ള പടിഞ്ഞാറൻ തീരത്തെ എണ്ണപ്പാടങ്ങളും ഗുജറാത്തിലെ ഗാന്ധാറും സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാനാണ് നിർദ്ദേശം. കമ്പനിയുടെ ഓരോ മേഖലയും പ്രത്യേകം കമ്പനികളാക്കി മാറ്റാനും നിർദ്ദേശമുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ONGCയെ സ്വകാര്യവൽക്കരിക്കാൻ നടത്തുന്ന 3ാമത്തെ നീക്കമാണിത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സൗദി അറേബ്യയിൽ ഇതുവരെ 80 ലക്ഷത്തിലധികം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇന്നലെ 1072 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 858 പേർ രോഗമുക്തി നേടി. ആക്ടീവ് കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനമാണുള്ളത്. ഡിസംബർ 17-ന് ആരംഭിച്ച വാക്സിനേഷൻ പദ്ധതിയിലൂടെയാണ് ഇതുവരെയായി 80 ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ സൗദിയിൽ വിതരണം ചെയ്തത്. ഫൈസർ, ബയോടെക്, ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനക എന്നീ കമ്പനികളുടെ വാക്സിനുകളാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. 93ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച ചിത്രമായി ക്ലോയ് ഷാവോ ഒരുക്കിയ നൊമാൻലാൻഡ്. ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ക്ലോയ് ഷാവോ സ്വന്തമാക്കി. ദി ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആന്റണി ഹോപ്കിൻസ് മികച്ച നടനുള്ള പുരസ്കാരം നേടി. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആന്റണി ഹോപ്കിൻസ്. നൊമാൻലാൻഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഫ്രാൻസിസ് മക്ഡോർമെന്റ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ഡാനിയൽ കലൂയാണ് മികച്ച സഹനടൻ. ജൂദാസ് ആൻഡ് ദി ബ്ലാക്ക് മെസ്സയ്യ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഡാനിയലിനെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയത്.
പ്രോമിസിംഗ് യങ് വുമണിന്റെ രചന നിർവഹിച്ച എമറാൾഡ് ഫെന്നൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ദ ഫാദറിന്റെ രചന നിർവഹിച്ച ക്രിസ്റ്റഫർ ഹാംപ്ടണും ഫ്ലോറിയൻ സിലറും സ്വന്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ മാറ്റിവെച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് തീരുമാനം. 28-ന് ആരംഭിക്കുന്ന പരീക്ഷകളാണ് മാറ്റിയത്. താൽക്കാലികമായി മാറ്റിവെച്ച പരീക്ഷകളുടെ പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷന് വിശദീകരണം നൽകും. പരീക്ഷ മാറ്റിവെക്കണമെന്ന് അധ്യാപക സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തിയറി പരീക്ഷകൾ ഇന്ന് പൂർത്തിയാവുകയാണ്. 28-ാം തീയതി മുതൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നതിനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പശ്ചിമ ബംഗാളിൽ ഇന്ന് 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഭവാനിപൂരിലടക്കം 34 മണ്ഡലങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻഘട്ടങ്ങളിൽ അക്രമം നടന്ന പശ്ചാത്തലത്തിൽ 7ാം ഘട്ടത്തിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 796 കമ്പനി കേന്ദ്രസേനയാണ് ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. കോവിഡ് സാഹചര്യത്തിൽ റോഡ് ഷോയ്ക്കും റാലികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഷീൽഡ് വാക്സിൻ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് അമേരിക്ക പിൻവലിച്ചു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കോവിഷീൽഡ് വാക്സിനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉടൻ ഇന്ത്യക്ക് ലഭ്യമാക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് എമിലി ഹോൺ പ്രസ്താവനയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. സള്ളിവനും അജിത് ഡോവലും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തി. കൊറോണയ്ക്കെതിരെ കനത്ത പോരാട്ടം നടത്തുന്ന ഇന്ത്യക്ക് ആവശ്യമുള്ള മറ്റു ഉപകരണങ്ങളും ഉടൻ നൽകുമെന്നും എമിലി അറിയിച്ചു. കോവിഷീൽഡ് വാക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കുന്നതിന് നേരത്തെ അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. അമേരിക്കയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കയറ്റി അയച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അത്യാവശ്യം വന്നപ്പോൾ ജോ ബൈഡൻ നേതൃത്വം നൽകുന്ന അമേരിക്കൻ സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നായിരുന്നു വിമർശനം. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പാർലമെന്ററി സമിതിയുടെ ഓക്സിജൻ അപര്യാപ്തത മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ അവഗണിച്ചതായി ആരോപണം. രാജ്യത്ത് ഓക്സിജൻ അപര്യാപ്തത ഉണ്ടായേക്കാമെന്ന് പാർലമെന്ററി കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് കാര്യമായി എടുത്തില്ല. പ്രൊഫസർ രാംഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റി രാജ്യത്തെ അസാധാരണമായ സാഹചര്യം നേരിടാൻ കൂടുതൽ ശ്രദ്ധയും ഓക്സിജൻ പ്ലാന്റും വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ദി ഔട്ട്ബ്രേക്ക് ഓഫ് പാൻഡമിക് കോവിഡ്-19 ആൻഡ് മാനേജ്മെന്റ് എന്ന തലക്കെട്ടിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പാർലമെന്ററി കമ്മിറ്റി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നത്. നവംബർ മാസത്തെ സാഹചര്യം തൃപ്തികരമാണെന്നും എന്നാൽ അടിയന്തരാവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലെ കുറവ്, ടെസ്റ്റിംഗ് കിറ്റുകളുടെ ഗുണനിലവാരമില്ലായ്മ, ആഭ്യന്തര ഉൽപാദന കാലതാമസം എന്നിവയിലൂടെ മഹാമാരിക്കെതിരായ പോരാട്ടത്തിന് മന്ദഗതി കൈവന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. UAPA നിയമപ്രകാരം തടവിലാക്കിയിട്ടുള്ള പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. മധുരയിലെ KVM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കാപ്പനെ ഉടൻ ആധുനിക ജീവൻ രക്ഷാ സംവിധാനങ്ങളുള്ള മറ്റൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. കാപ്പൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഹൃദ്രോഗവും പ്രമേഹവും അലട്ടുന്നതിനിടെ കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് കാപ്പനെ മധുരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ ചങ്ങലക്കിട്ട് കിടത്തിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 18 മുതൽ 45 വയസ്സുവരെ പ്രായപരിധിയുള്ളവർക്ക് വാക്സിൻ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാത്രം നൽകണമെന്ന നിലപാടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തിരുത്തിയത്. വ്യാപക വിമർശനം ഉയരുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തതോടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സർക്കാർ ആശുപത്രികൾ വഴി സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ ബാധിക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മുൻ നിലപാട്. ഇതിനെതിരെ വിമർശനം ഉയർന്നതോടെ പ്രധാനമന്ത്രി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിലപാട് മയപ്പെടുത്തിയത്. കോവിഡ് വാക്സിൻ സൗജന്യമായോ സർക്കാർ കേന്ദ്രങ്ങൾ വഴി നൽകുകയോ ചെയ്യുന്ന മേഖലകളിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും ഉണ്ടാകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു.
ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഏപ്രിൽ 27 മുതൽ കോവിഡ് നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ഇന്ത്യയിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയുടെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടതെന്ന് കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കി. സർട്ടിഫിക്കറ്റിൽ QR കോഡും ഉണ്ടായിരിക്കണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്കും നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ ബഹ്റൈനിൽ എത്തുമ്പോൾ PCR ടെസ്റ്റ് നടത്തിയാൽ മതിയായിരുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യ ടെസ്റ്റും 5-ാം ദിവസം 2-ാം ടെസ്റ്റും 10-ാം ദിവസം 3-ാം ടെസ്റ്റും നടത്തണം. 36 ദിനാറാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത്. ഇതിനു പുറമെയാണ് അധിക നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ബഹ്റൈനിലേക്കും ഖത്തറിലേക്കുമാണ് ഇന്ത്യയിൽ നിന്ന് യാത്രാ അനുമതിയുള്ളത്. സൗദിയും കുവൈത്തും നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് മഹാമാരി നാട് മുഴുവൻ പടർന്നു പന്തലിക്കുമ്പോഴും സുരക്ഷാ കവചമൊരുക്കി മാതൃകയാവുകയാണ് ഇഞ്ചവിള വൃദ്ധസദനം. ഇവിടേക്കുള്ള സന്ദർശകരുടെ സന്ദർശനം ഒഴിവാക്കുന്നതിന് സന്ദർശകർ സഹകരിക്കണമെന്നും ഭക്ഷണവും മറ്റും സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വൃദ്ധസദനത്തിലെ ഓഫീസിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സൂപ്രണ്ടന്റ് SL മോഹൻകുമാർ പറഞ്ഞു. വിസിറ്റേഴ്സ് വരുന്നെങ്കിൽ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാലും ചില സ്പോൺസേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ തന്നെ അവരെയും നമ്മൾ ഗേറ്റിന് പുറത്ത് നിർത്തി ഈ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള ടെമ്പറേച്ചർ നോക്കുകയും അതിനുശേഷം സാനിറ്റൈസർ ചെയ്ത ശേഷം മാത്രമേ ഓഫീസ് റൂമിലേക്ക് തന്നെ പ്രവർത്തിക്കുള്ളൂ. മറ്റു വിസിറ്റേഴ്സിനെ ഒന്നും തന്നെ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. പിന്നെ നിലവിൽ ഗവൺമെൻറ് സർക്കുലർ സ്ഥാപനങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഈ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. പുറമേയുള്ളവർക്ക് വൃദ്ധസദനത്തിൽ സന്ദർശനം അനുവദനീയമല്ല. ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തുനിന്നും വൃദ്ധസദനത്തിലേക്ക് കടക്കുമ്പോൾ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും മാസ്ക് ധരിച്ചിരിക്കുന്നത് നേരായ വിധമാണോ എന്നും അവരുടെ ടെമ്പറേച്ചർ ഉൾപ്പെടെ പരിശോധിച്ച് പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷമേ അകത്തേക്കുള്ള പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇവിടുത്തെ താമസക്കാർ മുറികൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിപ്പിച്ചും മറ്റ് സുരക്ഷിതത്വങ്ങൾ ഒരുക്കുന്നതിനും ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധയാണ് നൽകാറുള്ളതെന്നും കൊറോണ എന്ന മഹാമാരി ഉണ്ടാക്കുന്ന ദോഷവശങ്ങളെക്കുറിച്ച് ആവശ്യമായ ബോധവൽക്കരണം നൽകാൻ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധ കാണിക്കാറുണ്ടെന്നും അന്തേവാസികൾ പറയുന്നു. കൊറോണ പ്രതിരോധത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളും ചൂടുവെള്ളവും മറ്റു മരുന്നുകളും സമയാസമയം നൽകുന്നതിന് ഇവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും പ്രത്യേക ശ്രദ്ധയാണ് ഉണ്ടാകാറുള്ളത്. ജീവനക്കാർ നൽകുന്ന സുരക്ഷിതത്വവും ശ്രദ്ധയും വൃദ്ധസദനത്തിൽ കൊറോണ എന്ന മഹാമാരി തടയുവാൻ ഏറെ ഉപകാരപ്രദമായിട്ടുണ്ട്. കൊറോണ തടയുന്നതിനാവശ്യമായ മുൻകരുതലുകളാണ് വൃദ്ധസദനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. വരുന്ന ആഴ്ച മുതൽ ഇവിടുത്തെ ജീവനക്കാരുടെ ജോലി സമയത്തിലും ആവശ്യമായ മാറ്റങ്ങളാണ് ബന്ധപ്പെട്ടവർ വരുത്തിയിട്ടുള്ളത്. ജീവനക്കാർ 14 ദിവസം വൃദ്ധസദനത്തിൽ താമസിച്ച് ജോലി ചെയ്യുകയും 14 ദിവസം വീട്ടിൽ പ്രത്യേകം നിരീക്ഷണത്തിൽ നിൽക്കുകയും വേണം. ഈ തീരുമാനം വൃദ്ധസദനത്തിലെ പ്രായമായവർക്ക് നൽകുന്ന മുൻകരുതലും സംരക്ഷണവുമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇഞ്ചവിള വൃദ്ധസദനം നാടിനും മറ്റുള്ള വൃദ്ധസദനങ്ങൾക്കും കൂടി മാതൃകയാവുകയാണ്. കോവിഡ് കാലഘട്ടത്തിലും ഈ വൃദ്ധസദനത്തിൽ അന്തേവാസികൾക്ക് നൽകുന്ന സുരക്ഷിതത്വവും പരിചരണവും ശ്രദ്ധയും ഒരുക്കുന്നതുവഴി ഈ സ്ഥാപനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. നേപ്പാൾ വഴി യാത്ര ചെയ്യുന്ന വിദേശികൾക്ക് കോവിഡ് PCR ടെസ്റ്റ് നിർത്തിവെക്കാൻ നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം ലാബുകൾക്ക് നിർദ്ദേശം നൽകി. പുതിയ നിയന്ത്രണം ഇന്നലെ വൈകിട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനം നേപ്പാൾ വഴി സൗദിയിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകും. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് സന്ദർശക വിസ നൽകുന്നത് ഷാർജ എമിഗ്രേഷൻ താൽക്കാലികമായി നിർത്തി. എന്നാൽ ദുബൈ ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളിലെ വിസ ലഭിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം 4 ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വിലക്കേർപ്പെടുത്തിയതോടെ നാട്ടിൽ നിന്ന് തിരിച്ചെത്താനാകാതെ ആയിരങ്ങളാണ് ദുരിതത്തിലായത്. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുന്നതിനാൽ വിലക്ക് അനിശ്ചിതമായി നീണ്ടേക്കുമെന്ന ആശങ്കയും ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് UAE, കുവൈത്ത്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയത്. ഇതോടെ നാട്ടിൽ അവധിയിലെത്തിയ ആയിരക്കണക്കിന് പ്രവാസികളാണ് കുരുക്കിലായത്. വിലക്ക് കഴിഞ്ഞ് ഇനി എന്നു തിരിച്ചു പോകാനാകുമെന്ന ആശങ്കയിലാണ് ഇവരുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക.